നമസ്കാരം. ഫുട്ബോൾ പിന്നീട് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ മാഞ്ചസ്റ്റർ സിറ്റി വേഴ്സസ് റയൽ മാഡ്രിഡ് ഒരു തകർപ്പൻ മത്സരം നമ്മൾ നോക്കാനായിട്ടാണ് ചാമ്പ്യൻസ് ലീഗിൽ ഉണ്ടായിരുന്നു. അതിന്റെ റിവ്യൂ നമ്മൾ നമ്മുടെ മെയിൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സെക്കൻഡ് ചാനലിലാണ് ഈ വീഡിയോ ഇടുന്നത്. മറ്റ് 4 മത്സരങ്ങളാണ് ഇന്നലെ നടന്നത്. മൊത്തം 5 മത്സരങ്ങളാണ് ഇന്നലെ നടന്നത്. ഫസ്റ്റ് തന്നെ നമുക്ക് ഡോർട്ട്മുണ്ട് വേഴ്സസ് സ്പോർട്ടിങ്ങിനെ കുറിച്ചാണ് സംസാരിക്കാം. ഇന്നലെ സ്പോർട്ടിങ്ങിന്റെ ഹോം മാച്ചിൽ ഡോർട്ട്മുണ്ട് 3-0 ആധികാരിക വിജയം നേടിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഡോർട്ട്മുണ്ട് അടുത്ത എലിമിനേറ്റേഴ്സ് കടക്കുമെന്നുള്ള കാര്യം സെറ്റാക്കിയിട്ടുണ്ട്. സെക്കൻഡ് ലെഗ് സിഗ്നൽ ഇടുന്ന പാർക്കിൽ ഒരു മിറക്കിൾ പെർഫോമൻസ് തന്നെ സ്പോർട്ടിങ് ഇറക്കേണ്ടി വരും. ഇന്നലത്തെ മാച്ചിലോട്ട് വരുമ്പം നിങ്ങൾക്ക് കാണാം എക്സ്പെക്റ്റഡ് ഗോൾസിന്റെ കാര്യത്തിൽ സ്പോർട്ടിങ് വളരെ പുറകിലായിരുന്നു. അതേസമയത്ത് 3 ബിഗ് ചാൻസോളം ക്രിയേറ്റ് ചെയ്തു. അത് 3 കൺവേർട്ട് ചെയ്യുകയാണ് ഉണ്ടായത്. നമ്മൾ നോക്കാനായിട്ട് ബൊറുസിയ ഡോർട്ട്മുണ്ട്. അതേസമയത്ത് സ്പോർട്ടിങ്ങിന് ഒരു ബിഗ് ചാൻസ് ഒരു ക്രിയേറ്റ് ചെയ്യാൻ ഈ മത്സരത്തിൽ സാധിച്ചിരുന്നില്ല. ആഡിയമി അതുപോലെ തന്നെ ഗുറാസി എന്നിവരുടെ ഗോൾ, അതുപോലെ പാസ്കൽ ഗ്രോസ് എന്നിവരാണ് നമ്മൾ നോക്കാനായിട്ടാണ് ഡോർട്ട്മുണ്ടിന് വേണ്ടി ഗോളുകൾ സ്കോർ ചെയ്തത്. ഗുറാസിയുടെ പെർഫോമൻസ് ഒന്നൊന്നര പെർഫോമൻസ് ആണ് ആൾ കൊടുക്കുന്നത്. ആള് നമുക്ക് എന്താ പറയുക, ഒരു പ്രോപ്പർ സെന്റർ ഫോർവേഡ് ആയിട്ട് കളിക്കുന്നുണ്ട്. ആളുടെ ലിങ്ക് പ്ലേ കൊള്ളാം, ആളുടെ മൂവ്മെന്റ്സ് കൊള്ളാം. ഗുറാസി ഒരു നല്ല പ്ലെയറാണ്. അതുപോലെ തന്നെ യൂലിയൻ ബ്രാൻഡ് ഇന്നലെ 2 അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്തു. സൂപ്പർ പെർഫോമൻസ് ആണ് യൂലിയൻ ബ്രാൻഡിന്. അപ്പുറത്ത് ഗ്യോക്കറസ് ഒക്കെ 59-ാം മിനിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടാണ് ഇറങ്ങുന്നത്. റൂബൻ അമോറിയം പോയതിനു ശേഷം സ്പോർട്ടിങ് താഴോട്ട് പോകുന്നതാണ് നമ്മൾ കാണുന്നത്. സ്പോർട്ടിങ് മിക്കവാറും ഔട്ടാകുന്ന ലക്ഷണമാണ് കാണുന്നത്. അതുപോലെ തന്നെ മറ്റൊരു മത്സരത്തിൽ ഇന്നലെ PSV അവേ മാച്ച് ആയിരുന്നു. യുവന്റസിന്റെ ഹോം മാച്ച് ആയിരുന്നു. യുവന്റസ് 2-1 PSVനെ തോപ്പിക്കുകയുണ്ടായി. മക്കനിലൂടെ ലീഡ് എടുത്ത യുവന്റസിനെ പെറിസിച്ച്, നമുക്കറിയാം വെറ്ററൻ 36 വയസ്സായ ക്രൊയേഷ്യൻ ഇന്റർനാഷണൽ പെറിസിച്ചിന്റെ ഗോൾ ഈക്വലൈസ് ചെയ്തിരുന്നു PSV. പക്ഷേ മംഗൂള എന്നൊന്ന് കറക്റ്റ് പ്രൊണൗൺസിയേഷൻ, ചെക്കൻ 21 വയസ്സായ ബെൽജിയം ഇന്റർനാഷണൽ ചെക്കൻ വിന്നർ സ്കോർ ചെയ്യുമായിരുന്നു. 2-1 ജയിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് കണ്ടത്. ഈ ഒരു മാച്ചിലോട്ട് വരുമ്പോഴേക്കും നിങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്കലി ഓൾമോസ്റ്റ് ഈവനായിട്ട് നിന്ന ഒരു മത്സരം. 2 ടീമുകളും ചാൻസുകൾ മിസ് ചെയ്തിരുന്നു. പക്ഷെ എന്തുകൊണ്ട് അന്യായ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്ത ഒരു മത്സരമല്ല ഈ ഒരു മത്സരത്തിൽ. ഐ തിങ്ക് PSV സ്റ്റിൽ ഹാവ് എ ചാൻസ് അടുത്ത റൗണ്ടിലോട്ട് കടക്കാനായിട്ട്. കാരണം സെക്കൻഡ് ലെഗ് അവരുടെ ഹോം മാച്ചാണ്. ഇന്നലെ പെർസിച്ചിന്റെ പെർഫോമൻസ് ഒക്കെ എടുത്തുന്ന ഒരു പെർഫോമൻസ് ആയിരുന്നു. പെർസിച്ച് ഇന്നലെ അത്യാവശ്യം ഡിഫൻസീവ്ലി ടീമിനെ നല്ലോണം സഹായിക്കുന്നുണ്ടായിരുന്നു. ആള് 4 റിക്കവറീസ് നടത്തി, 11 ഡിഫൻസീവ് ആക്ഷൻസ് ഉണ്ടായിരുന്നു. ഈ ഒരു പ്രായത്തിൽ അവരുടെ വർക്ക് ലോഡ് എടുത്ത് പറയേണ്ട കാര്യമാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ലൂക്ക് ഡി യോങ് അണ്ണനൊക്കെ ഫ്രണ്ടിൽ സ്ട്രൈക്കറായിട്ട് സ്റ്റാർട്ട് ചെയ്തിരുന്നു. സെക്കൻഡ് ലെഗ് PSVക്ക് നല്ലൊരു ചാൻസ് ഉണ്ട്. അപ്പുറത്ത് യുവന്റസിന്റെ കാര്യം പറയാനാണ്, ഇന്നലെ ഡഗ്ലസ് ലൂയിസ് ഫുൾ 90 മിനിറ്റ്സ് കളിച്ചു. കഫ്രാൻ തുറാമും ബ്ലാഹോവിച്ചും ഒക്കെ ബെഞ്ചിൽ നിന്നാണ് ഇറങ്ങിയത്. എടുത്തു പറയേണ്ട കാര്യം, ഇന്നലെ തിമോത്തി വേനെ റൈറ്റ് ബാക്ക് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് അവിടെ കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസ് കൊടുക്കുകയും ചെയ്തു. മക്കനയുടെ ഗോൾ കണ്ടിട്ടില്ലെന്ന് കാണുമ്പോൾ നല്ല ഗോളായിരുന്നു. അതുപോലെ യുവാൻ പെർസിച്ചിന്റെ ഈക്വലൈസർ മോശമല്ലാത്തൊരു ഐറ്റമായിരുന്നു. യുവന്റസ് 2-1 ജയിച്ചു. പക്ഷേ ഈ ടൈ ഓവർ ആയിട്ടില്ല. ഈ ടൈ സ്റ്റിൽ ദെയർ ഇസ് എ ചാൻസ് PSV കടക്കാനായിട്ടുള്ളത്. അവിടുന്ന് നമ്മൾ അടുത്ത ബിഗസ്റ്റ് മാച്ചിലോട്ട് പോകാനായിട്ടാണ്. ഇന്നലെ ബ്രസ്റ്റിന്റെ ഹോം മാച്ചിൽ PSG 3-0 ജയിക്കുകയുണ്ടായി. വിറ്റീന അതുപോലെ തന്നെ ഡെമ്പല്ലയുടെ ഡബിള് എന്നിവയാണ് ഗോളുകൾ സ്കോർ ചെയ്ത് 3-0 PSG ഓൾമോസ്റ്റ് അടുത്ത റൗണ്ടിലോട്ട് കിടക്കുന്ന കാര്യം ഉറപ്പായിട്ടുണ്ട്. സെക്കൻഡ് ലെഗ് പാർക്ക് ഡി ഫ്രാൻസിലാണ്. ഇന്നലെ വിറ്റീനയുടെ പെനൽറ്റിയിലൂടെ ലീഡ് എടുത്തു. ആൻഡ് ഡെമ്പല്ലയുടെ ഫസ്റ്റ് ഗോൾ, അതായത് ഡെമ്പല്ലയുടെ ഫസ്റ്റ് ഗോൾ ടീമിന്റെ സെക്കൻഡ് ഗോൾ കണ്ടിട്ടില്ലെന്ന് കാണുക. ആള് പ്രോപ്പറായിട്ട് ബാക്കിൽ നിന്നും ബോൾ റിസീവ് ചെയ്ത് ഒരു 3-4-1-2 പാസ് ഇട്ട് കയറി സൂപ്പർ ഫിനിഷ്. അതുപോലെ തന്നെ സെക്കൻഡ് ഗോളിന് വേണ്ടിയുള്ള ആളുടെ ബോൾ കൺട്രോൾ അടിപൊളിയായിരുന്നു. ഉസ്മാൻ ഡെമ്പല്ലയുടെ കാര്യം പറയാനായിട്ടാണെങ്കിൽ ഹീസ് ഓൺ റെഡ് ഹോട്ട് ഫോം ബ്രോ. 2025 ഏറ്റവും ഫോമിലുള്ള പ്ലെയർ ഡെമ്പല്ലയാണ്. 8 കളികളിൽ നിന്ന് 15 ഗോൾ. ചാമ്പ്യൻസ് ലീഗിൽ 7 കളികളാണ് ആൾ കളിച്ചത്. 9 മാച്ചസ് മൊത്തം PSG ചാമ്പ്യൻസ് ലീഗ് കളിച്ചു. അതിൽ 7 കളികളാണ് പുള്ളി കളിച്ചത്. അതിൽ നിന്ന് 6 ഗോളും ഒരു അസിസ്റ്റും. ആൻഡ് ഫ്രഞ്ച് ലീഗിന് ടോപ്പ് സ്കോറാണ്. ഫ്രഞ്ച് ലീഗിൽ നമ്മൾ നോക്കാനായിട്ട് 19 കളിയിൽ നിന്ന് 16 ഗോളും 4 അസിസ്റ്റും. ഈ ഡെമ്പല്ല ഒരു ഒന്നൊന്നര പോക്കാണ്. ആൻഡ് PSG കിട്ടാനായിട്ട് ഇപ്പം ലിവർപൂളിനോ ബാർസയ്ക്കോ ആണ്. PSG ഓൾമോസ്റ്റ് ഗ്യാരണ്ടി ആയിട്ട് സെക്കൻഡ് ലെഗ് ബ്രസ്റ്റ് അല്ലെ അമ്മാതിരി മിറക്കളും എല്ലാം കാണിക്കുന്ന ഒരു അടുത്ത റൗണ്ടിലോട്ട് കിടക്കാൻ. ലിവർപൂളോ ബാർസയോ ആണ് ഇവർക്ക് കിട്ടാനായിട്ട് സാധ്യതയുള്ളൂ. റൈറ്റ് നൗ PSG കിട്ടാൻ 2 ടീമും അവരുടെ ഫോം വെച്ച് ആഗ്രഹിക്കുന്നില്ലായിരിക്കും. കാരണം കവറസ്കേലി അല്ലേ ഇന്നലെ സ്റ്റാർട്ട് ചെയ്തത്. ഡെസറഡോയ്, ബർക്കോള, ഡെമ്പല്ല, ഈ ഫ്രണ്ട് 3 ഉണ്ടല്ലോ, അതൊരു ഒന്നൊന്നര ഫ്രണ്ട് 3 ആണ്. ഇന്നത്തെ അവരുടെ മിഡ്ഫീൽഡ് വിറ്റീനയും ഫാബിയാൻ റൂയിസും ജോവനോസും അടങ്ങുന്ന ആ മിഡ്ഫീൽഡ് 3 ഒരു ഒന്നൊന്നര ഐറ്റമാണ്. അവന് പാച്ചോ മാർക്കിനോ സെന്റർ ബാക്ക് ഡ്യൂയോ ലുക്സ് റിയലി ഗുഡ്. അതുപോലെ തന്നെയാണ് നമ്മൾ നോക്കുവാണെങ്കിൽ ഹക്കീമി, നൂനോ മെൻഡസ്, ഒരു ഡൊണറൂമയും ഗോൾ, ഒരു ഒന്നൊന്നര ടീമാണ്. നല്ല ഓപ്ഷൻസ് ഓഫ് ദ ബെഞ്ച് ഇവർക്കുണ്ട്. ഐ തിങ്ക് ബോത്ത് ലിവർപൂൾ ആൻഡ് ബാർസലോണ PSG കിട്ടാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലായിരിക്കും. കാരണം നല്ല ഫോമിലാണ്. PSG ഏത് ടീമിനെ ഇപ്പം പണി കൊടുക്കാനായിട്ടുള്ള 11 അവർക്കുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ പറയുമല്ലോ അടുത്ത റൗണ്ട് വരുന്നെങ്കിൽ കമോൺ ബ്രിങ് ഇറ്റ് ഓൺ എന്ന് തന്നെ പറയും 2 ടീമും.
ഇങ്ങനത്തെ ടീമുകളൊക്കെ തോപ്പിച്ചാലേ ചാമ്പ്യൻസ് ലീഗ് അടിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ എന്നാലും PSG ഒരു ഈസി ഫിഷല്ല. ഇന്നലത്തെ മാച്ചിനാണെങ്കിൽ 7ഓളം ബിഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്തതിൽ 5ഓളം PSG മിസ് ചെയ്തു. ക്ലിനിക്കലല്ലായിരുന്നു. ക്ലിനിക്കലാവുകയാണെങ്കിൽ സ്കോർ ലൈൻ വേറെ എവിടെയെങ്കിലുമൊക്കെ കിടന്നേനെ. സോ ഡെംബലയുടെ കാര്യം എടുത്തു പറയുകയാണ്, ക്രെഡിറ്റ് കൊടുക്കേണ്ടടുത്ത് കൊടുക്കണം. 27 വയസ്സ്, എനിക്ക് തോന്നുന്ന ആളുടെ പീക്ക് ഫിസിക്കൽ ഫോമിനും അതൊന്നാണ്. ഫിസിക്കലി ഇവൾക്ക് ഇഞ്ചറീസ് ഒന്നും വരുന്നില്ല. പീക്ക് ഫിസിക്കൽ കണ്ടീഷനുമാണ് ഇപ്പോൾ ഉള്ളത്. എടുത്തു പറയുന്നത് ലൂയിസ് എൻട്രിക്ക് ആ സൈഡിൻ്റെ സിസ്റ്റം എക്സാക്ട്ലി പ്രോപ്പറായിട്ട് തന്നെ പോകുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഡെംബലയുടെ പൊസിഷനിങ് ഒക്കെ ഇപ്പോൾ സൂപ്പർബാണ്. ആള് പലപ്പോഴും ഒരു ഫോൾസ് നയൻ റൈറ്റ്സ് ഒക്കെ കാണിക്കുന്നുണ്ട്. ഇപ്പം സെൻട്രൽ ഏരിയാസിലാണ് നല്ലപോലെ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഹാഫ് സ്പേസസിൽ നല്ലപോലെ വർക്കാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആളുടെ ഡിസിഷൻ മേക്കിംഗ് ഒക്കെ ഇപ്പോൾ ടോപ്പ് നോച്ചാണ്. ഇന്നലെ ആളുടെ ഹാർട്ട് അറ്റാക്ക് അടിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു. ആൾ ഇന്നലെ മിസ് നടത്തി. സിറ്റർ മിസ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും ആളുടെ സ്റ്റാൻഡേർഡ് വെച്ച് മേ ബി കൺവേർട്ട് ചെയ്യേണ്ട ഒരു ചാൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് കൺവേർട്ട് ചെയ്യാറുണ്ട്. മേ ബി ഹാർട്ട് അറ്റാക്ക് ആയിരിക്കായിരുന്നു. 2 ചാൻസ് ഉണ്ടായിരുന്നു. മേ ബി 4 ഗോൾ ആക്കായിരുന്നു. പക്ഷെ എന്നാലും ക്രെഡിറ്റ് കൊടുക്കുക. ഡെംബലയുടെ ഫോം റിയലി വറിയിങ് ആണ് ഒപ്പോണന്റ് സൈഡിന്. അതുപോലെ തന്നെയാണ് എനിക്ക് ഫാബിയാൻ റൂയിസ്, എനിക്ക് അവർ മിഡ്ഫീൽഡ് 3 ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. ഫാബിയാൻ റൂയിസ്, വിറ്റീന, ജോവനോസ് വേൾഡ് ഫുട്ബോൾ തന്നെ ബെസ്റ്റ് മിഡ്ഫീൽഡ് 3 എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് ആർഗ്യൂ ചെയ്യാം. സോ ഈ 2025 ആയതിനു ശേഷം ആ രീതിയിലുള്ള പെർഫോമൻസ് അവർ കൊടുക്കുന്നുണ്ട്. സോ അവരുടെ പാച്ചോടെ പെർഫോമൻസ് റിയലി ഇമ്പ്രസീവ് ആണ്. സോ ഇതൊക്കെയാണ് ഇന്നലെ നടന്ന മത്സരങ്ങളുടെ റിസൾട്ടുകൾ. എന്തായാലും അടുത്ത റൗണ്ടിലോട്ട് PSG-യും ഡോർട്ട്മുണ്ടും ഏതാണ്ട് ഉറപ്പിച്ചിട്ടുണ്ട്. ഇവരുടെ കാര്യം ഐ തിങ്ക് യുവൻറ്റസ് ഔട്ട് ആവാനായിട്ടുള്ള സാധ്യത ഒട്ടും തള്ളിക്കളയാൻ പറ്റത്തില്ല. PSVക്ക് ഹോം മാച്ചാണ്, 1 ഗോൾ ഡെഫിസിറ്റേ ഉള്ളൂ. അതുപോലെ തന്നെയാണ് റയൽ സിറ്റി അടുത്ത സെക്കൻഡ് ലെഗ് ബെർണബേയിൽ 1 ഗോൾ ഡെഫിസിറ്റുമായിട്ടാണ് സിറ്റിയും പോകാൻ പോകുന്നത്. സോ നിങ്ങളുടെ ഒപ്പീനിയൻസ് പറയാം, അടുത്ത റൗണ്ടിലോട്ട് കടക്കും, എന്തെങ്കിലും മിറക്കിൾ കാണാൻ സാധിക്കുന്നുണ്ടോ ഇനി വരുന്ന മാച്ചുകളിൽ? സോ ഫോർ മീ സ്പോർട്ടിങ് അതുപോലെ തന്നെ PSG അടുത്ത റൗണ്ട് ഉറപ്പിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് പേഴ്സണലി ഒന്ന് നോക്കാം കാര്യങ്ങൾ എങ്ങനെ പോകുന്നത്. അപ്പം നിങ്ങളുടെ ഒപ്പീനിയൻസ് പറയാം. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരെയും